ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. 2025 അവസാന മാസത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരുതൽ കൂട്ടിക്കൊണ്ടു വന്നു. ആപത്തുകളും പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ തണുപോകാതെ സൗഖ്യമേകി സമാധാനം നൽകി കർത്താവ് പരിപാലിച്ച് നിലനിർത്തിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തോടെ നൽകി തന്നതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ മാസത്തിലെ ഓരോ ഡിസംബറും നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാനുമുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം. 11 മാസക്കാലം നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, ദൈവം തന്നതായ അനുഗ്രഹങ്ങൾ, അവിടുത്തെ നടത്തിപ്പൊക്കെ നാം അനുഭവിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വസ്തത എത്രമാത്രമുണ്ട്, നമ്മൾ എത്ര നന്ദിയുള്ളവരായിരുന്നു, നാം എവിടെയൊക്കെയാണ് തോറ്റുപോയത് എന്നൊക്കെ ചിന്തിക്കുവാൻ തരുന്ന നിമിഷങ്ങളാണ് ഓരോ നിമിഷങ്ങളും. ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അപ്രകാരമൊരു ഇവാലുവേഷനാണ് നാം പഠിക്കുവാൻ പോകുന്ന മഞ്ഞയായിട്ട് നമുക്ക് വന്നിരിക്കുന്ന വചനം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തെ ആധാരമാക്കി, അതിൽ പ്രത്യേകിച്ച് 6-ാം വാക്യത്തെ ആധാരമാക്കിയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതവുമായി തട്ടിച്ച് അതിനെക്കുറിച്ച് നാമുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ കർത്താവിനെ കൂടുതൽ പ്രീതിപ്പെടുത്തുവാൻ, ഓരോ ദിവസവും പ്രീതിപ്പെടുത്തുവാൻ എപ്രകാരം ജീവിക്കണം എന്ന് നമ്മെ അറിയിച്ചു തരികയാണ്. കർത്താവിൻ്റെ അനുയായികൾ കർത്താവിനെ പോലെ ആയിത്തീരണം, ഗുരുവിനെ പോലെ ആയിത്തീരണം ശിഷ്യന്മാർ. ശിഷ്യത്വത്തിലേക്കോ കടന്നു വരുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ഓരോ പാഠങ്ങളും ഗുരുവിനെ പോലെ ആകുവാനുള്ള പാഠങ്ങളാണ് കർത്താവിലൂടെ തൻ്റെ ശിഷ്യഗണത്തിന് ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നൽകപ്പെട്ടതെന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ നിയമങ്ങൾ, അവിടുത്തെ തത്വങ്ങൾ, പിതാവിനെ അവിടുന്ന് എങ്ങനെയാണോ അനുസരിച്ചത്, പിതാവിൻ്റെ ആജ്ഞകൾ എങ്ങനെയാണോ നിറവേറ്റിയത്, ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി താൻ എന്തൊക്കെയാണോ ചെയ്തത്, അതെല്ലാം തൻ്റെ അനുയായികളിൽ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കർത്താവിനെ കൂടുതലായിട്ട് ഒന്ന് നോക്കിക്കാണുവാൻ, ആഴത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കർത്താവിനെ ഒന്ന് പ്രതിഷ്ഠിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ആധാരവാക്യം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന ഒരധ്യായമാണ് ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായം. ഇവിടെ ഒരു മനുഷ്യനിലെ 2 വ്യക്തിത്വങ്ങളെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്. ഒരു മനുഷ്യനിലെ 2 വ്യക്തിത്വങ്ങൾ, അതായത് ഈ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ അറിയുന്നു, 14 സംവത്സരം മുമ്പ് സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ ഒന്നും അറിയുന്നില്ല എന്ന് ഇവിടെ വ്യക്തമാക്കുമ്പോൾ ആ എടുക്കപ്പെട്ട മനുഷ്യൻ ശരീരം, അതായത് ഒരു ദർശനത്തിന്റെ ആധിക്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. താൻ ദർശനം കണ്ടതും മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തത് കേട്ടതും ആ വാക്കുകളൊക്കെ മനസ്സിലാക്കിയതും അത് അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് പറഞ്ഞിട്ട് 6-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല, സത്യമാണ് പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പം വെളിപാടുകളുടെ ആധിക്യം വരുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്, ജഡമനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് നിഗളം. എന്നാൽ ആത്മമനുഷ്യൻ ദർശനം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ, ആത്മമനുഷ്യനെ വളർത്തുവാൻ
ഒരു മനുഷ്യൻ ആവശ്യമായിരിക്കുന്നത് താഴ്മയാണ് എന്ന് വളരെ വ്യക്തമാക്കി തരികയാണ്. അത് ആ താഴ്മയിലേക്ക് കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും നാം താഴ്മയുടെ നല്ല പാഠങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരും അത് സ്വായത്തമാക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്ന വിചാരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കോറിയിട്ട് എഴുതുമ്പോൾ നാം കർത്താവിൻ്റെ താഴ്മയിലേക്ക് നടത്തപ്പെടും. അത് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതായ ഒരു ദൈവ പൈതലിന് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹമായ കാര്യമാണ്. അവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിലുള്ള ജഡത്തിൻ്റെ നിഗള ഭാഗങ്ങൾ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിഗളിക്കുവാനുള്ളതല്ല, മറിച്ച് ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് ക്രിസ്തുവിനെ പോലെ ഇറങ്ങിച്ചെന്ന് അവരെ നേടുവാനുമുള്ളതായ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നീതീകരിക്കപ്പെട്ട ഒരു പാവി വിശുദ്ധീകരണത്തിൻ്റെ വഴിത്താരയിലൂടെ ദിനംപ്രതി നടന്നു നീങ്ങുമ്പോൾ ക്രിസ്തുവിൽ ഉള്ളതായ പ്രത്യാശ, ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുവിനെ ആ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി നാം മാറുന്ന ഒരു അനുഭവമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് ദിവസം പ്രതി എന്ത് ചെയ്യണം? അഭിവൃദ്ധിയിലേക്ക് വരണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതെങ്ങനെ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയും എന്ന് നാം ദൈവവചനം പഠിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നാം പഠിച്ച് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പം നമ്മളുടെ ജഡ മനസ്സുകളിലുള്ള കുറവുകളെ പരിഹരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്പാടുകൾ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകും. പിന്നെ നാം ദൈവത്തോട് സംഭാഷിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, കർത്താവേ എനിക്ക് ഇത് സഹിക്കുവാൻ കഴിയുന്നില്ല, ഇത് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല, ജഡത്തിൻ്റെ ആധിക്യം എന്നെ ഭരിക്കുന്നു എന്ന് ദൈവവുമായി നാം സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ ബലം നമ്മളിലേക്ക് പകർന്ന് നമ്മുടെ ബലഹീനതകളിൽ അവിടുത്തെ ബലം തികഞ്ഞു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്കു മതി, നിന്റെ ബലഹീനതയിൽ അതെന്ത് ചെയ്യും? നിന്നെ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെയുള്ള ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അപ്പം വിശുദ്ധീകരണമെന്ന് പറയുന്നത് താഴ്മയുടെ നിരന്തരമായ വളർച്ചയുടെയും ഒരു ഘട്ടമാണ്. അതൊരു വിശ്വാസി ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വിളിക്ക് തങ്ങളെ സമർപ്പിക്കുമ്പോൾ നിരന്തരമായി അവരിൽ നടക്കുന്നതായ, നിമിഷം പ്രതി ഒരു വ്യക്തിയിൽ നടക്കുന്നതായ ആ ജഡത്തിൻ്റെ പ്രവർത്തികളെ തുടച്ചു മാറ്റുന്ന അനുഭവം പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വസ്തതയും വിശ്വാസവും എല്ലാം ഒത്തുചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് ആ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയും. നമുക്കറിയാം, മോശയെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. ഒരു സമയത്ത് രാജകൊട്ടാരത്തിൽ താൻ അഭ്യസിച്ചതായ വിദ്യയിലൂടെ താൻ ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ ഇഷ്ടം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വന്നതാണ് എന്നുള്ള ചിന്ത മോശയെ ഭരിക്കുമ്പോൾ അത് യുദ്ധത്തിലൂടെ താൻ പഠിച്ചതായ അഭ്യാസത്തിലൂടെ ജനത്തെ നേടുവാൻ തക്കവണ്ണമുള്ള ഒരു ജഡശക്തി പ്രാപിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് മോശയെ വിളിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി 40 വർഷത്തോളം ആടുകളെ തീറ്റുന്ന പ്രവൃത്തിയിലൂടെ ദൈവം മെരുക്കിയെടുക്കുമ്പോൾ ലോകം കണ്ടതിൽ വേദപുസ്തകം പറയുന്നത് മോശയെ പോലെ ഒരു സൗമ്യനായ മനുഷ്യനുണ്ടായിട്ടില്ല. അത്രമാത്രം 600,000 മരുഭൂമിയിൽ 40 വർഷക്കാലം നടത്തിയപ്പോൾ അവരുടെ ചെറിയ തെറ്റും വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും അവരെ ദൈവത്തിങ്കലേക്ക് ചേർത്ത് കൊണ്ടുപോകുവാനും മോശയ്ക്ക് സാധ്യമായത് ആ താഴ്മ പഠിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി അന്യദേശത്ത് പ്രവാസിയായി കഴിയുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിച്ച് തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥം നിൽക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും. ജോസഫിനെ വിളിച്ചു വേർതിരിച്ചു. ജോസഫിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തപ്പോൾ കാരാഗ്രഹത്തെ പോലും സ്വർഗമാക്കി തീർക്കുവാൻ ജോസഫിന് കഴിഞ്ഞു. മറ്റുള്ളവരെ നേടുവാൻ തൻ്റെ സംസാരവും പ്രയത്നവും പ്രാർത്ഥനയും പ്രതിഫലിപ്പിക്കുന്ന യോസഫിനെയാണ് കാരാഗ്രഹത്തിൽ നാം കാണുന്നത്. തൻ്റെ സഹോദരന്മാരെ നേടേണ്ടുന്നതിന് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ
താൻ ആരെന്ന് വെളിപ്പെടുത്താതെ മാറിപ്പോയി അവർക്ക് വേണ്ടി ആ ഹൃദയത്തിൽ വന്ന വേദന സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കണ്ണുനീരോടെ പറയുകയും പിന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ജോസഫിനെ നമുക്ക് കാണുവാൻ കഴിയും. അത് ദൈവ പൈതങ്ങളായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ദൈവ പൈതങ്ങളായി വിളിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക എന്നുള്ളതായ ദൗത്യമാണ്. നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് ഓരോരുത്തരെയും വിളിക്കുമ്പോൾ നമ്മളുടെ വിളിയുടെ തെരഞ്ഞെടുപ്പിൻ്റെയും കാര്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അനേക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് എന്നെല്ലാം പറയുമ്പോൾ ആ ഉപ്പിൻ്റെ ദൗത്യം, ആ വെളിച്ചത്തിൻ്റെ ദൗത്യം നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് താഴ്മയുടെ നല്ല പാതയിൽ ക്രിസ്തുവിനോളം വളരുവാൻ, സൗമ്യത പഠിക്കുവാൻ, അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ ആ താഴ്മയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണുവാൻ കഴിയും. ദൈവമായിരുന്നവൻ ഭൂതലത്തിൽ വന്നു മനുഷ്യരുടെ കൂടെ കഴിഞ്ഞു. അവിടുന്ന് കാൽവറിയിലെ ക്രൂശിനോളം അനുസരണമുള്ളവനായി, താഴ്മയുള്ളവനായി, അവിടുത്തെ വേഷത്തിൽ ദാസവേഷമെടുത്തെല്ലാം നമ്മെ കാണിച്ചു തരുന്നത് കർത്താവിൻ്റെ ക്രൂശിനോളം, ആ ക്രൂശിൻ്റെ നിഴലിൽ നാം മനസ്സിലാക്കി നമ്മെ ഒന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വയം പുകഴ്ചയ്ക്കോ നമ്മുടെ പ്രശംസയ്ക്കോ നമ്മുടെ പദവിക്കോ ഒന്നും തന്നെ ഈ ജഡീക ശക്തികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. മറിച്ച് ക്രിസ്തുവിനെ നമുക്ക് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. പ്രശംസിക്കുന്നെങ്കിൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ സ്നേഹത്തിൽ പ്രശംസിക്കാം. അവിടുത്തെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൽ നമുക്ക് പ്രശംസിക്കാം. കർത്താവ് നമ്മെ താഴ്മ ധരിപ്പിക്കുവാൻ, അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. ആ താഴ്മയുടെ നല്ല അനുഭവം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേരുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. കർത്താവ് താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. അവ വിശുദ്ധന്മാരുടെ നല്ല സ്വഭാവം താഴ്മയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയും താഴ്മയാണ്. ആ താഴ്മ നമ്മുടെ സ്വന്തമാക്കുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവോടെ ഉള്ളങ്ങളെ ഏറ്റവും അധികമായി സ്വാധീനിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, ലോകത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്ന അടിയങ്ങൾക്ക് ഓരോ ദിവസവും തരുന്ന മനോഹരമായ ബലമേറിയ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ വിളിയും തെരഞ്ഞെടുപ്പും എത്രമാത്രം വിലയേറിയതാണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ അല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ രക്തത്തിൻ്റെ വില, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അവിടുത്തോളം ഞങ്ങൾ കർത്താവിനെ നോക്കിക്കൊണ്ട് ആ നിത്യതയിലേക്ക് സഞ്ചരിക്കുവാൻ അടിയങ്ങളെ ഒരുക്കി സഹായിക്കണമേ. താഴ്മയുടെ നല്ല അനുഭവങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും സഞ്ചരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഉയരത്തിയെന്ന് പരിശുദ്ധാത്മാവ് നൽകി തരണം. ഞങ്ങളുടെ നാവ്, ഞങ്ങളുടെ ചെവി, ഞങ്ങളുടെ കണ്ണ്, കർത്താവെ, ഞങ്ങളുടെ എല്ലാ ജഡീക ശക്തികളും വരുന്നതായ സാത്താൻ അടിമപ്പെടാവുന്ന എല്ലാ ജഡീക ശക്തികളെയും അതിജീവിക്കുവാനുള്ള ആത്മബലത്തിൽ അടിയങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുപ്പൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.